തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ കുറേ റോഡുകളുണ്ട്, അവിടെ എല്ലാം കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പിന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരും പിന്നെ മുഴുവൻ സമയം ചുമതല ഏറ്റെടുത്ത് നിൽക്കണമെന്ന് ഉള്ള നിർദ്ദേശം കളക്ടർ നൽകുന്നതാണ്. ലീവിൽ പോയവർ വളരെ അത്യാവശ്യമില്ലാത്തവരെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പൊഴി മുറിച്ചു. രാവിലെ പൊഴി മുറിച്ചോടുകൂടി നഗരത്തിലെ വെള്ളം കുറച്ച് വലിഞ്ഞ് താഴ്ന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണഗതിയിൽ ഇത്തരം വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ക്യാമ്പ് ആരംഭിക്കാറുണ്ട്. അത് ഏതൊക്കെ ക്യാമ്പാണെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ട്. ഏതൊക്കെ വിദ്യാലയങ്ങളിലാണ് ക്യാമ്പ് ആരംഭിക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം. എന്തായാലും ക്യാമ്പ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. കൺട്രോൾ റൂം എന്നുള്ള നിലയിൽ കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസുകളിലും കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചത്. വൈകുന്നേരം മിനിസ്റ്റർ PWD ചെയ്ത വർക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ഉത്തരവാദിത്വം നിർവഹിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മീറ്റിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.